പത്തനംതിട്ട അടൂരിൽ ഗേറ്റ് ചാടിക്കടക്കാൻ ശ്രമിച്ച നായ കമ്പികൾക്കിടയിൽ കുടുങ്ങിപ്പോയി. ഫയർഫോഴ്സ് എത്തിയാണ് നായയെ രക്ഷിച്ചത്. ആ ദൃശ്യങ്ങൾ. CK അഭിലാലാണ് വിവരങ്ങളുമായി ചെന്നത്. അഭിലാൽ ഒരു ജീവിയാണ്, അതിനെ ഫയർഫോഴ്സ് എത്തി ഇതുപോലെ വിവിധ ഇടങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഇങ്ങനെ കുടുങ്ങിപ്പോയത്? ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ ഓഡിറ്റോറിയത്തിന് പിൻവശത്തെ ഗേറ്റാണ് ദൃശ്യങ്ങളിലുള്ളത്. തെരുവുനായയാണ് ഗേറ്റ് ചാടിക്കടക്കാനുള്ള ശ്രമത്തിനിടയിൽ കമ്പികൾക്കിടയിൽ കുടുങ്ങിയത്. സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം കൂടുതൽ കുഴുക്കിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയായിരുന്നു. ചുരുക്കത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ നായ കമ്പികൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. രാവിലെ 8:30 സമീപവാസികൾ നായയുടെ അസാധാരണമായ കുര കേൾക്കുകയും പിന്നീട് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് നായ അപകടത്തിൽപ്പെട്ടതായി ശ്രദ്ധയിൽ വരികയും ചെയ്തത്. തുടർന്ന് ഫയർഫോഴ്സിന്റെ സഹായം തന്നെ തേടുകയാണ് ഉണ്ടായത്. ഫയർഫോഴ്സ് എത്തി ഗേറ്റിന്റെ കമ്പിയിൽ ഏതാനും ഭാഗങ്ങൾ അടർത്തി നീക്കിയ ശേഷമാണ് തെരുവ് നായയെ പുറത്തെത്തിച്ചത്. നായ രക്ഷപ്പെട്ട് ഓടുന്നതിന്റെ ദൃശ്യങ്ങളും കാണാം. കാര്യമായി പരിക്കുണ്ട് എന്ന് തോന്നുന്നു. പത്തനംതിട്ട അടൂരിൽ ഗേറ്റ് ചാടിക്കിടക്കാൻ ശ്രമിച്ച നായയാണ് കമ്പികൾക്കിടയിൽ കുടുങ്ങിപ്പോയത്. ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ നായയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. CK അഭിലാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിലാൽ, ഈ ചാടി കുടുങ്ങിപ്പോയപ്പോൾ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണോ ഈ എസ് ആകൃതിയിലായി പോയത്? അതെ, സാധാരണഗതിയിൽ ചെറിയ നായകൾക്കാണെങ്കിൽ ചാടിക്കടക്കാവുന്ന വീതിയിലാണ് ഈ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ ഓരോ പാളികളും ആ രീതിയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. പക്ഷെ അല്പം കൂടി വലുപ്പമുള്ള നായ ചാടിക്കടക്കാൻ ശ്രമിച്ചതോടു കൂടിയാണ് കുടുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം സ്വാഭാവികമായും നായയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ വിവിധ കമ്പികൾക്കിടയിലൂടെ കുടുങ്ങി എസ് ആകൃതിയിൽ പൂർണ്ണമായും രക്ഷപ്പെടാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. സമീപവാസികൾ എത്തി അവർ രക്ഷപ്പെടുത്താൻ ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും അത് വിജയിക്കില്ല എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഫയർഫോഴ്സിന്റെ സഹായം തേടിയത്. നായയെ അവിടെ നിന്ന് രക്ഷിക്കുകയായിരുന്നു. അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്.